ക്രൈം ന്യൂസ് റൗണ്ടപ്പ് 2016 സ്വാഗതം. പോയ വർഷം കേരളത്തെ അസ്വസ്ഥമാക്കിയ ചില സംഭവ വികാസങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പിന്തിരിഞ്ഞു നോക്കുകയാണ് ക്രൈം റൗണ്ടപ്പിൽ. സംഭവിച്ച കുറ്റകൃത്യങ്ങൾ എല്ലാം എടുത്ത് ഇഴകീറുകയല്ല, മലയാളിയെ അത്രമേൽ ഉലച്ച ചില സംഭവങ്ങൾ മാത്രം ഓർത്തെടുക്കുകയാണ്. നമുക്കിടയിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയ്ക്കാണ് ഈ ഓർമ്മപ്പെടുത്തൽ. 2016 കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂരതകളിലൊന്നായിരുന്നു പെരുമ്പാവൂരിലെ ജിഷയുടെ കൊലപാതകം. അന്വേഷണ പാളിച്ചകൾ കൊണ്ടും രാഷ്ട്രീയ വിവാദങ്ങൾ കൊണ്ടും കേസ് ചർച്ചയായി. ജിഷയുടെ ഘാതകനാരെന്നറിയാൻ ദിവസങ്ങളോളം കേരളം ആകാംക്ഷ പൂണ്ടു. അമിറുൽ ഇസ്ലാം എന്ന ക്രൂരതയുടെ പര്യായത്തെ ഞെട്ടലോടെ നമ്മൾ കണ്ടു. ജിഷയുടെ വിധി ആർക്കും ഉണ്ടാകരുതെന്ന് സമൂഹം ഉള്ളുരുകി പ്രാർത്ഥിച്ചു. ഏപ്രിൽ 28 രാത്രിയിലാണ് പെരുമ്പാവൂരിൽ ജിഷ എന്ന നിയമവിദ്യാർത്ഥിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ജിഷയുടെ അമ്മ രാജേശ്വരിയാണ് കൊലപാതകം ആദ്യം അറിയുന്നത്. ഒറ്റമുറി വീടിന്റെ മുറ്റത്തിരുന്ന് ആ അമ്മ അലമുറയിട്ട് കരഞ്ഞിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. മണിക്കൂറുകൾക്ക് ശേഷമാണ് നാട്ടുകാരിൽ ചിലർ വിവരമന്വേഷിച്ചെത്തുന്നതും പോലീസിൽ വിവരമറിയിക്കുന്നതും. കുറുപ്പംപടി പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്തായിരുന്നില്ല പ്രാഥമിക നടപടികൾ. മാധ്യമങ്ങളും സംഭവം ഗൗനിച്ചില്ല. യുവതി തലക്കടിയേറ്റു മരിച്ച നിലയിലെന്ന രീതിയിൽ പ്രാദേശിക പേജിൽ ഒറ്റക്കോളം വാർത്തയിൽ ഒതുങ്ങി ജിഷയുടെ കൊലപാതകം. സ്വകാര്യ ഭാഗങ്ങൾ കുത്തിക്കീറുകയും കിരാതമെന്ന് പറയാവുന്ന രീതിയിൽ മൃതദേഹം വികൃതമാക്കുകയും ചെയ്തിട്ടും കൊലപാതകമെന്ന് സംശയിക്കാവുന്ന വെറും മരണമായി പോലീസിനത്. ആത്മഹത്യയെന്ന സംശയവും പോലീസ് കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായി. ഈ വിവരത്തിൽ തൂങ്ങിയായിരുന്നു ആദ്യ ദിവസങ്ങളിൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിംഗ്. പിന്നീട് ജിഷയുടെ സഹപാഠികൾ വീട്ടിലെത്തി വിവരങ്ങൾ തിരക്കിയതോടെയാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതക വാർത്ത പുറം ലോകം അറിയുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ സംഭവം ഏറ്റുപിടിച്ചു. ഡൽഹി മോഡൽ കൊലപാതകം കേരളത്തിലുമെന്ന തലക്കെട്ടോടെ അതിക്രൂരമായ കൊലപാതക വാർത്ത കേരളം ഞെട്ടലോടെ കേട്ടു. കേരളം പെരുമ്പാവൂരിലേക്ക് ഒഴുകിയെത്തി. 29 വയസ്സുകാരി ദളിത് വിദ്യാർത്ഥിനിയുടെ കൊലപാതകം രാഷ്ട്രീയ കേരളം ഏറ്റെടുത്തു. വിവാദങ്ങൾ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു. പോലീസും സടകുടഞ്ഞെഴുന്നേറ്റു. അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. പ്രാഥമിക തെളിവുകൾ പോലും അവശേഷിപ്പിക്കാതെയുള്ള കുറുപ്പംപടി പോലീസിന്റെ പ്രാരംഭ അന്വേഷണ നാടകങ്ങൾ തുടരന്വേഷണത്തിന് വിഘാതമായി. പെരുമ്പാവൂർ ഡിവൈഎസ്പി ഓഫീസ് പരിസരം പ്രതിഷേധ കടലായി മാറി. ജിഷയുടെ അമ്മയുടെ വിലാപം കേരളത്തിന്റെ കരൾ കീറി. എന്റെ മക്കളെ ജീവിക്കാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല സാറേ. കുറെ നാളെ എന്റെ പുള്ളനെ എനിക്ക് വേണം സാറേ. ഏതവനെ കൊന്നെന്ന് ഈ നാടിന് നീതിയില്ല സാറേ. എംഎൽഎമാരായാലും പാർട്ടിക്കാരായാലും നീതിയില്ല. എന്നോട് കാല് പിടിക്കാറുണ്ടെന്ന പാർട്ടിക്കാരുടെ സംഘം വോട്ടുകാർക്ക് ഞങ്ങൾ വേണ്ട. കൊലപാതകം നടന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് അയൽവാസികൾ പോലീസിന് മൊഴി നൽകാൻ തയ്യാറായത്. സംഭവ ദിവസം ജിഷയുടെ വീട്ടിൽ നിന്ന് കരച്ചിൽ കേട്ടുവെന്നും മഞ്ഞ ഷർട്ടിട്ട ഒരാൾ സമീപത്തെ കനാൽ വഴി പോകുന്നത് കണ്ടുവെന്നും മൊഴി ലഭിച്ചു. കനാലിന്റെ വശത്തുനിന്ന് ഒരു ചെരുപ്പും ലഭിച്ചു. ഈ മൊഴിയും ചെരുപ്പുമായിരുന്നു പോലീസിന്റെ ആകെയുള്ള കച്ചിത്തുരുമ്പ്. ഈ തുമ്പുകളിൽ കിടന്ന് പോലീസ് വട്ടം ചുറ്റി. കൊലപാതകത്തെപ്പറ്റി കൃത്യമായ വിശദീകരണം നൽകാനാകാതെ അന്വേഷണ സംഘം നാണം കെട്ടു. രാഷ്ട്രീയ മുഖം രക്ഷിക്കാൻ സർക്കാർ കൊണ്ടുപിടിച്ച് ശ്രമം തുടങ്ങി. ജിഷ കേസ് അന്വേഷിക്കാൻ പ്രത്യേക പോലീസ് സംഘം നിയോഗിക്കപ്പെട്ടു. സംസ്ഥാനത്തെ അന്വേഷണ മികവുള്ള ഉദ്യോഗസ്ഥർ ഒന്നൊന്നായി പെരുമ്പാവൂരിലേക്ക് നിയോഗിക്കപ്പെട്ടു. രാപ്പകലുകളില്ലാതെ പോലീസ് ഉദ്യോഗസ്ഥർ ജിഷയുടെ ഘാതകനെ തേടി തലങ്ങും വിലങ്ങുമോടി. ഇതിനിടയിൽ നിറം പിടിപ്പിച്ച കഥകളുടെ കുത്തൊഴുക്കായിരുന്നു മാധ്യമങ്ങളിൽ. അന്വേഷണത്തിനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ നിഗമനങ്ങൾ കഥകളായി മെനഞ്ഞു. പ്രതിഷേധത്തിന്റെ അണമുറിയാതിരിക്കാൻ പ്രതികളെന്ന പേരിൽ ചിലരെ മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ മുഖംമൂടി അണിയിച്ച് എഴുന്നള്ളിച്ചു. അപ്പോഴും യഥാർത്ഥ പ്രതി കാണാമറയത്ത് തന്നെ നിന്നു. പ്രമുഖ നേതാവിനെ കേന്ദ്രീകരിച്ചും ആരോപണങ്ങളുണ്ടായി. അയൽവാസികളും സംശയത്തിന്റെ നിഴലിലായി. 100-ലധികം പേരെ പോലീസ് ചോദ്യം ചെയ്തു. പ്രദേശത്തെ ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിച്ചു. കണ്ണൂരിൽ നിന്നടക്കം സംശയമുള്ള ചിലരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ആയിരക്കണക്കിന് ഫോൺ കോൾ രേഖകൾ പരിശോധിച്ചു. രേഖാചിത്രങ്ങൾ പുറത്തുവിട്ടു. ചിത്രങ്ങളോട് സാമ്യമുള്ളവരെ കണ്ടെത്താൻ നാട്ടുകാർ തന്നെ രംഗത്തിറങ്ങിയത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു.
കൊല്ലപ്പെട്ട ജിഷയെ തന്നെ മോശമായി ചിത്രീകരിക്കുന്ന നിലയിലെത്തി കാര്യങ്ങൾ. കഥകളിൽ ജിഷയ്ക്ക് കാമുകനുണ്ടായി. ഫോൺ കോളുകൾ സംശയത്തിന്റെ നിഴലിലായി. സഹപാഠികളും ഇതര സംസ്ഥാനക്കാരും ഘാതകരുടെ പട്ടികയിൽ ഇടം പിടിച്ചു. ജിഷയുടെ അമ്മ രാജേശ്വരിയും സഹോദരി ദീപയും സംശയിക്കപ്പെട്ടു. ഒരു ഘട്ടത്തിൽ ദീപയുടെ ഫോൺ കോളുകളും സൗഹൃദ വലയങ്ങളും കേന്ദ്രീകരിച്ചായി പോലീസിന്റെ അന്വേഷണം. താലൂക്ക് ആശുപത്രിയിൽ അമ്മയ്ക്ക് കൂട്ടിരുന്ന ദീപ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചു. എനിക്ക് അങ്ങനെ അന്യസംസ്ഥാന തൊഴിലാളിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ മറ്റൊരു രീതിയിൽ ജീവിക്കാനാണെങ്കിൽ എനിക്ക് ഇന്ന് കഷ്ടപ്പെട്ട് ഈ നിസ്സാര പൈസയ്ക്ക് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിച്ചപ്പോഴൊന്നും ഈ പറഞ്ഞ ആൾക്കാർ ആരും സഹായിക്കാൻ ഞങ്ങൾക്കുണ്ടായില്ലോ. നിങ്ങളൊക്കെ എവിടെ പോയി കിടക്കുകയായിരുന്നു നിങ്ങൾ ഇത്ര നാളൊക്കെ? ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജിഷ കേസ് തന്നെയായിരുന്നു പ്രധാന പ്രചരണ വിഷയം. പെരുമ്പാവൂരിൽ LDF സ്ഥാനാർത്ഥി ഈ സംഭവം ഒന്നുകൊണ്ട് മാത്രം പരാജയപ്പെട്ടു. ഇടതുമുന്നണി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമെടുത്ത ആദ്യ തീരുമാനവും ജിഷ കേസ് ഉടൻ തെളിയിക്കുമെന്നായിരുന്നു. മുതിർന്ന ഉദ്യോഗസ്ഥ B സന്ധ്യയെ കേസിന്റെ ചുമതലയേൽപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടു. സന്ധ്യയുടെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സംഘം പെരുമ്പാവൂരിൽ ക്യാമ്പ് ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പുതിയ ദിശയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ജിഷയുടെ മരണം സംഭവിച്ച് 2 മാസങ്ങൾക്ക് ശേഷം പ്രതി പിടിയിലായി. ആസാം സ്വദേശി അമറുൽ ഇസ്ലാം. തമിഴ്നാട്ടിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് അമറുൽ ഇസ്ലാം അന്വേഷണ സംഘത്തിന്റെ വലയിലാകുന്നത്. അമറുൽ കുറ്റം സമ്മതിച്ചു. സംഭവ ദിവസം വൈകിട്ട് 4:30യോടെയാണ് അമറുൽ ജിഷയുടെ വീട്ടിലെത്തിയത്. തുറന്നു കിടന്ന വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിച്ചു. അകത്തുനിന്ന് ജിഷയെ കടന്നുപിടിച്ചു. തിരിച്ചു പ്രതികരിച്ച ജിഷയുടെ കഴുത്ത് ഞെരിച്ചു. കയ്യിൽ കരുതിയിരുന്ന കത്തികൊണ്ട് കുത്തിവീഴ്ത്തി. മരണശേഷം ലൈംഗികാതിക്രമത്തിനും ശ്രമിച്ചു. ഇതായിരുന്നു അമറുളിന്റെ കുറ്റസമ്മതമൊഴി. DNA പരിശോധനാ ഫലവും ഫോൺ കോളുകളും സാഹചര്യ തെളിവുകളും നിരത്തി പ്രതി അമറുൽ തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ജിഷയുടെ അമ്മ അമറുളിനെ തിരിച്ചറിഞ്ഞു. അമറുളിനു പിന്നിൽ കൂടുതൽ ആളുകളുണ്ടെന്ന് രാജേശ്വരി ആരോപിച്ചു. ക്രൂരതയുടെ പര്യായമായി മാറിയ അമറുളിന്റെ കഥകൾ കേരളം ഞെട്ടലോടെ കേട്ടിരുന്നു. കണ്ടാൽ വെറും പാവം. മദ്യവും മയക്കുമരുന്നും അശ്ലീല വീഡിയോകളും ഹരം. പ്രായപൂർത്തിയാകുന്നതിനു മുമ്പ് വിവാഹിതനായി. 20-ാം വയസ്സിൽ 38 വയസ്സുള്ള മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തു. സ്ത്രീ വിഷയങ്ങളിൽ അമിത തൽപരൻ. പെരുമ്പാവൂരിൽ തന്നെ മൃഗങ്ങളെ രതിവൈകൃതത്തിനിരയാക്കിയ സംഭവങ്ങളും പുറത്തുവന്നു. ഇതിലും പോലീസ് കേസെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ അമറുൾ എന്നാൽ നിലപാട് മാറ്റി. കൊലപാതകം നടത്തിയത് സുഹൃത്താണെന്ന് അമറുൾ പുതിയ വാദം ഉന്നയിച്ചു. ഈ സുഹൃത്തിനെ തേടി പോലീസ് നടന്നെങ്കിലും അങ്ങനെയൊരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രതിക്കൊരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ ഈ സത്യങ്ങളെല്ലാം കോടതിയിൽ തുറന്നു പറയുവാനും യഥാർത്ഥ പ്രതി ആരാണെന്ന് ഒരു പക്ഷേ പോലീസിനെ കണ്ടെത്തി സഹായിക്കാനും പ്രതിക്ക് സാധിക്കുമായിരുന്നു. അതേസമയം അമറുൾ പ്രതിയാണെന്ന് സമർത്ഥിച്ച പോലീസിന് അതുവരെ പ്രചരിച്ചിരുന്ന പല കഥകളും വിഴുങ്ങേണ്ടി വന്നു. കുറ്റപത്രത്തിൽ സംശയങ്ങൾ ചോദ്യചിഹ്നങ്ങളായി അവശേഷിച്ചു. അതുവരെ അജ്ഞാതനായി കിടന്ന ഇതര സംസ്ഥാനക്കാരൻ പെട്ടെന്ന് പ്രതിയായതെങ്ങനെ? പ്രതിയെ കസ്റ്റഡിയിലെടുത്ത രീതികളും ദുരൂഹം. സംഭവം നടന്ന ദിവസങ്ങളിൽ പ്രദേശത്തു നിന്ന് കടന്നവരുടെ പട്ടികയിൽ ആദ്യഘട്ടങ്ങളിലൊന്നും അമറുൽ ഇസ്ലാമിന്റെ പേര് ഉൾപ്പെട്ടിരുന്നില്ല. ഇതെങ്ങനെ സംഭവിച്ചു? ജിഷയുടെ വയറിനുള്ളിൽ കണ്ടെത്തിയ ഭക്ഷണം വാങ്ങി നൽകിയതാര്? കൊലപാതകത്തിന് പ്രേരണയായി പ്രതി പറയുന്നത് ബാലിശമായ കാരണങ്ങൾ. കുളക്കടവിലുണ്ടായ വഴക്കും നിഷേധിക്കപ്പെട്ടു. അസമീസ് മാത്രമറിയുന്ന അമറുളുമായി ജിഷ സംസാരിച്ചത് എങ്ങനെയെന്നതിനും കൃത്യമായ ഉത്തരം പോലീസ് നൽകിയിട്ടില്ല. കോളിളക്കം സൃഷ്ടിച്ച ജിഷ കേസ് ഇപ്പോൾ വിചാരണയുടെ ഘട്ടത്തിലാണ്. അവശേഷിക്കുന്ന ചോദ്യങ്ങളുടെയെല്ലാം ഉത്തരം ലഭിക്കേണ്ടത് ഇനി കോടതിയിലാണ്. ഏതായാലും മറവിയിലാണ്ടുപോകേണ്ട ഒന്നായല്ല ജിഷയുടെ മരണത്തെ കാണേണ്ടത്. നിർധനയായ ജീവിതത്തെപ്പറ്റി ഒട്ടേറെ സ്വപ്നങ്ങളുള്ള പെൺകുട്ടി. ഒറ്റമുറി വീട്ടിൽ അമ്മയുടെ മാത്രം സംരക്ഷണയിൽ കഴിയേണ്ടി വന്ന ജിഷ. ഈ പശ്ചാത്തലം തന്നെയാണ് ആ 29-കാരി നിയമവിദ്യാർത്ഥിനിയെ ക്രൂരനായ ഒരു കൊലയാളിയുടെ കൈകളിലേക്ക് ഇട്ടുകൊടുത്തത്. ഇനിയും നമ്മുടെ സമൂഹത്തിൽ ജിഷമാരുണ്ടാകാതിരിക്കാൻ ഒരു പാഠമായിരിക്കണം ഈ സംഭവം.